കഴിഞ്ഞ വേൾഡ് കപ്പ് ഫിഫ വേൾഡ് കപ്പ് നേടിയത് അർജന്റീനയാണ്. അർജന്റീന എന്ന് പറയുന്ന ഈ ഒരു ടീം അതിനുശേഷവും ഈ 2026 വേൾഡ് കപ്പിൽ ആദ്യം മുതൽ ഈ ഓരോ സെക്കൻഡ് വരെ എല്ലാവരും ജയിച്ചാണ് നിൽക്കുന്നത്. ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവർ ജയിക്കുന്ന ഓരോ കളികളും അല്ലെങ്കിൽ ഇവരടിക്കുന്ന ഓരോ ഗോളുകൾക്കും ഒരുപാട് പണം കൊടുത്തിട്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ അതേപോലെ പല അധിക്ഷേപങ്ങളാണ്. അതായത് റെഫറിമാരും അർജന്റീന ടീമായിട്ട് ഭയങ്കര ടൈപ്പാണ്, ഇതാണ് ഫിഫയായിട്ട് ഭയങ്കര ടൈപ്പാണെന്നൊക്കെയാണ് പറയണത്. അതും ഈ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തോറ്റ് തൊപ്പിയിട്ട ആൾക്കാരാണ്. ഈ തോറ്റ് തൊപ്പിയിട്ട ആൾക്കാരെന്താണ് ഇത്ര അധിക്ഷേപിക്കാനുള്ള കാരണം? ചേട്ടൻ്റെ അഭിപ്രായത്തിൽ എന്താണ് പറയാനുള്ളത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലുള്ള പ്രേക്ഷകർ ചിലപ്പോൾ ഓരോ പക്ഷത്തും ഒരു ഫാൻസിൻ്റെ ആൾക്കാരെ ഓരോ ടീമിൻ്റെ ഫാൻസായിരിക്കും. അവർ ആരാധിക്കുന്ന ടീമിന് പരാജയം വരുമ്പോൾ അവർക്കത് മാനസികമായിട്ട് 100% ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. സംഘർഷം ഉണ്ടാകും, മാനസിക സംഘർഷം ഉണ്ടാകും, അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതാണ് സ്വന്തം ടീം തോറ്റൻ്റെ വിഷമം. ഇത് മാനസിക സംഘർഷം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് വരും അസൂയ, സങ്കടം, പിന്നെ കുറച്ച് അഹങ്കാരവും. സ്വന്തം ടീം തോറ്റ് മുക്കറിട്ട് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷമം, അത് ഹൃദയത്തിൽ നിന്ന്. ഇത് അവസാനം വരെയുള്ള കരച്ചിൽ ഒരിക്കലും അവസാനിക്കാൻ പോലുള്ള. തീർച്ചയായിട്ടും അർജന്റീന കപ്പടിച്ചിരിക്കും. അതാണ് അതിൻ്റെ കാര്യം, വ്യക്തിപരം. പക്ഷേ ഇതെല്ലാം നേരെ മറിച്ച് വേറൊരു രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതെല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെ രീതിയിൽ കാണണം. അതെന്തുകൊണ്ടാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാണാത്തത്? ഇത് കൂടുതലും മലയാളികൾക്കാണ് ഈ ഒരു ബുദ്ധിമുട്ട്. സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാണാത്ത എന്താ വെച്ചെങ്കിൽ ഇത് നമ്മളെല്ലാവരും ഗ്യാലറിയിൽ ഇരിക്കുന്നുള്ളൂ. നമ്മളെല്ലാവരും ഗ്യാലറിയിൽ നിന്ന് കളി കാണുന്നുള്ളൂ. ഗ്രൗണ്ടിലിറങ്ങി നമ്മൾ എപ്പോഴെങ്കിലൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സാധാരണ. പക്ഷെ ഇത് എല്ലാവരും ഗ്യാലറിയിൽ നിന്നല്ല കാണുന്നുള്ളൂ. അതാണ് ഇതിനകത്തുള്ള പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ വായത്തള്ളു മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ, വെറും വായത്തള്ളു മാത്രമേ ഉള്ളൂ, വെറും വായത്തള്ളു. സ്പിരിറ്റ് കാണിക്കുന്നില്ല അല്ലേ ഫുട്ബോൾ. അതായത് എന്നെ സംബന്ധിച്ച് കളിക്കാൻ കഴിവുള്ളവരും മിടുക്കരും സാമർഥ്യമുള്ളവരൊക്കെ ജയിക്കുന്നു. അതിൽ ചില സമയത്ത് ഒരു 10% ഭാഗ്യം ചിലർക്കൊക്കെ വന്ന് വീഴും. ക്ഷമിക്കണം, അതിനോട് മാത്രം യോജിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഭാഗ്യം എന്ന് പറയുന്നൊരു കാര്യമില്ല. ഭാഗ്യം എന്ന് പറയുന്നൊരു കാര്യം ഇതിനകത്തില്ല. കളിക്കളത്തിലിറങ്ങി കളിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. സ്പോർട്സ്മാൻ സ്പിരിറ്റ് തേങ്ങയാണ്. തോറ്റും മുക്കറിട്ട ഓരോ ടീമും വിജയിച്ചിരിക്കുന്ന ടീമുകൾ അടിച്ച് താത്തുക, അധിക്ഷേപിക്കുക, മോശമായ രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഓരോ ദിവസം ഒന്ന് വീതം 3 നേരം വെച്ചിട്ടാണ് ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. വളരെ മോശമത്തായ രീതിയിലുള്ള വീഡിയോസാണ്. അതും ഈ വിജയിച്ചിരിക്കുന്ന ഓരോ ടീമിനെയും അധിക്ഷേപിക്കുക എന്നുള്ളതാണ് ഇവന്മാരുടെ മെയിൻ പരിപാടി. പക്ഷേ ഇത് 100% ആധികാരികതയോടെ കൂടിയിട്ടാണ് ഈ അധിക്ഷേപങ്ങൾ പടച്ചുവിടുന്നത്. അതായത് ഫിഫ ആയിട്ടുള്ള ടൈപ്പാണ്. അത്രയും വലിയ ഫിഫ എന്ന് പറയുന്ന ആ ഒരു ഇത് ടൈപ്പ് എങ്ങനെ ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ കുറച്ച് പണം കൊടുത്തിട്ടാണ് അങ്ങനെ ആയിരിക്കുന്നത്, അങ്ങനെ വിജയിച്ചിരിക്കുന്നത്. ഓരോ ഗോൾ അടിക്കുന്നതും പണം കൊടുത്തിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് അധിക്ഷേപങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫുട്ബോളിൽ നടക്കില്ല, ടൈപ്പ് ആവാൻ പറ്റും. പിന്നെ ഫിഫ ഒരു രാജ്യത്തിന്റെ അടിയറവ് പറഞ്ഞിട്ട് ആ ഒരു രാജ്യത്തിന് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ഒരു സംഭവമല്ല. എന്താണ് പറയാ? പിന്നെ വേറെ വിധത്തിൽ നടക്കാം, അത് ഞാൻ പറയൂല. കാരണം ഒരു ലോകകപ്പ് മത്സരത്തിൽ അങ്ങനെ സംഭവിക്കില്ല. വേണമെങ്കിൽ ഗോളി കുറെ ഗോൾ കീപ്പർമാര് കുറച്ച് കാശ് വാങ്ങിച്ചിട്ട് അയാൾക്ക് സേവ് ചെയ്യാൻ പറ്റിയില്ല. ആ രീതിയിൽ വേണേ ആകാം. പക്ഷെ ഒരു ലോകകപ്പ് മത്സരത്തിൽ അങ്ങനെ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അർജന്റീനയും ഫ്രാൻസും തമ്മിൽ കളി വന്നിട്ടുണ്ടെങ്കിൽ ആര് കപ്പടിക്കും ഇത്തവണ? എൻ്റെ നാട്ടിൽ ഫ്രാൻസ് അടിക്കും. ഫ്രാൻസ് അടിക്കും, ഉറപ്പാണോ? 100% ഉറപ്പുണ്ട് ഫ്രാൻസ് അടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജന്റീനയൊക്കെ ഇപ്പോൾ ലാസ്റ്റ് കളിയൊക്കെ ജയിച്ചേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗ്യത്തിൻ്റെ പേരിൽ ജയിച്ചേക്കുന്നത്. പക്ഷേ ശരിക്ക് നല്ല പവർഫുള്ളായിട്ടുള്ളൊരു ടീം ഞാൻ നോക്കിയിട്ട് ഫ്രാൻസാണ്. മുൻ ലോക ചാമ്പ്യന്മാർക്ക് എന്താണ് സ്ട്രോങ് അല്ലെന്നാണ് പറയുന്നത്. അർജന്റീന സ്ട്രോങ് അല്ലെന്നാണ്. മെസ്സിയുടെ ഒക്കെ കളി പക്ക കളിയല്ലേ? മെസ്സി മാത്രമല്ലല്ലോ, ടീമാവും മറ്റു കളിക്കാരും ഒക്കെ മൊത്തത്തിൽ ആ ടീമൊക്കെ നന്നായിട്ട് കളിക്കണില്ലേ? ഇല്ല, ഞാൻ കുറച്ച് ആൾക്കാരൊക്കെ എന്ന് വെച്ചാൽ ഒരു 8 പേരായിട്ട് നന്നായിട്ട് കളിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും നന്നായിട്ട് കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഫ്രാൻസ് ഇത്തവണ കപ്പടിക്കും എന്നാണ് ചേട്ടൻ പറയണത്. ഫ്രാൻസ് അടിക്കും. അവർക്ക് ഒരു ടീം, അതായത് ഒരു ടീം സ്പിരിറ്റ് അവർക്കുണ്ട്. ഊർജം കൂടുതലാണ്. ടീം സ്പിരിറ്റ് ഉള്ളൊരു ടീമാണ്. യുവതാരമുള്ള എംബാപ്പയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എംബാപ്പെ ഒരു നല്ല മെസ്സിയേക്കാളും ഒരു പോയിന്റ് കൂടുതൽ നിൽക്കുന്ന ഒരു കളിക്കാരനാണ്. അതാരാണ് അങ്ങനെ പറയാനുള്ള കാരണം? അതിന് പ്രാധാന്യം എന്താണ്? അതിൻ്റെ വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ
ഇതുവരെയുള്ള അവൻ്റെ സ്കോർ വെച്ചൊക്കെ നോക്കുമ്പോഴും അവൻ്റെ പ്രായമൊക്കെ വെച്ച് പരിഗണിക്കുമ്പോൾ അവൻ ഈ മെസ്സിയെക്കാളും വളരെ പ്രായം കുറഞ്ഞിരിക്കണമല്ലോ എംബാപ്പയെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് കൂടുതലുള്ള ഒരു വ്യക്തിയാണ് മെസ്സി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ആദ്യകാലങ്ങളിൽ മുൻപുള്ള കളിക്കാരോടൊപ്പം കളിച്ച ആള് തന്നെ ഈ ഒരു ജനറേഷനിലും ഒരേ കട്ടക്ക് തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിനല്ലേ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് സംസാരിക്കേണ്ടത്. മെസ്സി എന്ന് പറഞ്ഞാൽ ഒക്കെ ഫുട്ബോളിൽ ഒരു ടെക്നിക്ക് ഒരുപാട് അറിയാവുന്ന ഒരു കളിക്കാരൻ തന്നെയാണ്. അതിന് നമുക്ക് തർക്കമൊന്നുമില്ല. മെസ്സി ടീമിൽ കളിക്കുമ്പോൾ മെസ്സിയുടെ ഏറ്റവും നല്ല ഷോട്ട്, ഇഷ്ടപ്പെട്ട ഷോട്ട് ഏതാണ്? ഗോൾ അടിക്കുന്ന സമയത്ത് അടിക്കുന്ന ഷോട്ടാണോ അല്ലെങ്കിൽ പാസിംഗ് ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അല്ല, അതുപോലെ പുള്ളിയുടെ ചില സമയത്തുള്ള, അതായത് പെനാൽറ്റി അല്ലേ, ചില സമയത്തുള്ള ഫ്രീക്കൊക്കെ വളരെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഗോൾ മുഖത്തെത്തി കഴിയുമ്പോൾ പാസിംഗ് നല്ല രീതിയാണ്, ഒരു നല്ല രീതിയിൽ പാസിംഗ് ആണ്. അതുപോലെ ഗോളടിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും പോസ്റ്റ് ലക്ഷ്യം വെച്ച് തന്നെ അയാൾ ആ സെക്കൻഡിൽ തന്നെ കിക്ക് എടുക്കും, ഗോളൊക്കെ അല്ല, ചിലപ്പോൾ ഗോൾ എടുക്കും എന്തെങ്കിലും, എന്നാലും പോസ്റ്റിലേക്ക് അയാളത് വിട്ടിരിക്കും. എംബാപ്പെ എന്ന് പറയുന്ന ആളുടെ പ്രത്യേകത എന്താണ്? എംബാപ്പെ എന്താണ് കളിക്കളത്തിൽ കാണിക്കുന്നത്? എംബാപ്പെ ഞാൻ നോക്കിയിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് മറ്റു പല കളിക്കാരെക്കാളും ശാരീരികമായി കരുത്തുള്ളൊരു കളിക്കാരനാണ്, മറ്റേ മെസ്സിയെക്കാളും ഒക്കെ.